ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്? സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ PSC എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിരിക്കും, ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ പാസീവ് വോയിസിലോട്ട് മാറ്റുക. അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഐ കോൾ ഹിം. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഈ വെർബ്, ഇതിൽ വെർബ് ഏതാണ് ചെയ്യുന്ന പ്രവൃത്തി? ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, കോൾ എന്ന് പറയുന്ന വെർബാണ് അല്ലെങ്കിൽ ക്രിയയാണ്, ഹിം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒബ്ജക്റ്റ് അറിഞ്ഞുകൂടാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആരെ, എന്തിനെ എന്നൊരു ക്വസ്റ്റ്യൻ ഈ വെർബിനോട് ചോദിച്ചാൽ മതി. കോൾ എന്ന് പറയുന്നതാണ് വെർബ്, അതിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ കോൾ, ഞാൻ ആരെ വിളിച്ചു, എന്തിനെ വിളിച്ചു. ആരെ വിളിച്ചു, അതിന് ഉത്തരമുണ്ടോ? ഉണ്ട്. ഹിം ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്, അതായത് അവനെ വിളിച്ചു, അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മുടെ പാസീവ് വോയിസിൽ ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റായിട്ട് എങ്ങനെ വരും? ഹീ ആയിട്ട് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് മീ ആയിട്ടാണ് ഒബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇവിടെ മീ ആണ് തന്നിരുന്നതെങ്കിൽ അതെന്തായിട്ട് വരും? ഐ ആയിട്ട് വരും. ഓക്കെ, ഐ മീ ആയിട്ട് മാറും. അതുപോലെ വി അസായിട്ട് മാറും. ഹി ഹിമ്മായിട്ട് മാറും. ഷീ ഹെറായിട്ട് മാറും. ദേ ദമ്മായിട്ട് മാറും. ഇറ്റ് തന്നെയാണ്. യു തന്നെയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് മീ വരികയാണെങ്കിൽ എന്തെഴുതണം? ഐ ആക്കണം. അസ് വരികയാണെങ്കിൽ ബി ആക്കണം. ഹിം വരികയാണെങ്കിൽ ഹി ആക്കണം. ഹെർ വരികയാണെങ്കിൽ ഷീ ആക്കണം. ദം വരികയാണെങ്കിൽ ദേ ആക്കണം. ഇറ്റ് വരികയാണെങ്കിൽ ഇറ്റ് തന്നെയാണ്. യു ആണെങ്കിൽ യു തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ഐ കോൾ ഹിം, അതിൻ്റെ ഒബ്ജക്റ്റ് ഏതാണ്? ഹിം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ സബ്ജക്റ്റ് എങ്ങനെയാക്കും? ഹീ എന്ന സബ്ജക്റ്റാക്കി മാറ്റണം. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ഇത് ഏത് ടെൻസ് ആണെന്ന് നോക്കണം. ഇത് ഏത് ടെൻസാണ്? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഏത് ടെൻസാണ്? ഐ കോൾ ഹിം. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഈ വെർബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ എന്തുണ്ട്? ഡു ഉണ്ട്. അതായത് ഐൻ്റെ കൂടെ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഐ പ്ലസ് കോൾ പ്ലസ് ഡു, അതായത് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻറ്റ്. ഏത് ടെൻസാണിത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാസീവ് വോയിസ്, സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് വോയിസാണ് ഈസോർ, ആമോർ, ആർ പ്ലസ് V3. നമ്മൾ V3 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആക്റ്റീവ് വോയിസിനെയും പാസീവിലോട്ടാക്കേണ്ടത് V3 ചേർത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ, അതായത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ഫോം എന്താണ്? ഈസോർ, ആമോർ, ആർ പ്ലസ് V3. ഈസോർ, ആമോർ, ആർ പ്ലസ് V3. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്? സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് വരുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ PSC എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിരിക്കും, ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ പാസീവ് വോയിസിലോട്ട് മാറ്റുക. അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഐ കോൾ ഹിം. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഈ വെർബ്, ഇതിൽ വെർബ് ഏതാണ് ചെയ്യുന്ന പ്രവൃത്തി? ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്,
കോൾ എന്ന് പറയുന്ന വെർബാണ് അല്ലെങ്കിൽ ക്രിയയാണ്. ഹിം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒബ്ജക്റ്റ് അറിഞ്ഞുകൂടാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആരെ, എന്തിനെ എന്നൊരു ക്വസ്റ്റ്യൻ ഈ വെർബിനോട് ചോദിച്ചാൽ മതി. കോൾ എന്ന് പറയുന്നതാണ് വെർബ്, അതിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ കോൾ, ഞാൻ ആരെ വിളിച്ചു, എന്തിനെ വിളിച്ചു. ആരെ വിളിച്ചു, അതിന് ഉത്തരമുണ്ടോ? ഉണ്ട്. ഹിം ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്, അതായത് അവനെ വിളിച്ചു, അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മുടെ പാസീവ് വോയിസിൽ ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റായിട്ട് എങ്ങനെ വരും? ഹീ ആയിട്ട് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് മീ ആയിട്ടാണ് ഒബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇവിടെ മീ ആണ് തന്നിരുന്നതെങ്കിൽ അതെന്തായിട്ട് വരും? ഐ ആയിട്ട് വരും. ഓക്കെ, ഐ മീ ആയിട്ട് മാറും. അതുപോലെ വി അസായിട്ട് മാറും. ഹി ഹിമ്മായിട്ട് മാറും. ഷീ ഹെറായിട്ട് മാറും. ദേ ദമ്മായിട്ട് മാറും. ഇറ്റ് തന്നെയാണ്. യു തന്നെയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് മീ വരികയാണെങ്കിൽ എന്തെഴുതണം? ഐ ആക്കണം. അസ് വരികയാണെങ്കിൽ ബി ആക്കണം. ഹിം വരികയാണെങ്കിൽ ഹി ആക്കണം. ഹെർ വരികയാണെങ്കിൽ ഷീ ആക്കണം. ദം വരികയാണെങ്കിൽ ദേ ആക്കണം. ഇറ്റ് വരികയാണെങ്കിൽ ഇറ്റ് തന്നെയാണ്. യു ആണെങ്കിൽ യു തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ഐ കോൾ ഹിം, അതിൻ്റെ ഒബ്ജക്റ്റ് ഏതാണ്? ഹിം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ സബ്ജക്റ്റ് എങ്ങനെയാക്കും? ഹീ എന്ന സബ്ജക്റ്റാക്കി മാറ്റണം. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ഇത് ഏത് ടെൻസാണെന്ന് നോക്കണം. ഇത് ഏത് ടെൻസാണ്? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഏത് ടെൻസാണ്? ഐ കോൾ ഹിം. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ്.